അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് പെസഹ പാലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ശർക്കര കുറച്ച് ഉരുക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് പുതിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ നമ്മൾ ഈ പാത്രം വേറൊന്നിനായിട്ട് യൂസ് ചെയ്യത്തില്ല. പിന്നെ നമുക്ക് തേങ്ങാപ്പാലിന് ഇപ്പോൾ ആദ്യം ഒഴിക്കുന്നത് രണ്ടാം പാലിട്ടെടുത്ത് നേരത്തെ ആ റോസ്റ്റ് ചെയ്ത അരിപ്പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ബാക്കി ഇരിക്കുന്ന രണ്ടാം പാലും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചതിൻ്റെ അകത്തേക്ക് കുറച്ച് രണ്ടാം പാലിൻ്റെ ബാക്കി ഒഴിച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സിലേക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊരു പരുവായി വരുമ്പോഴേക്കും നമ്മൾ പൊടിച്ചു വെച്ച ജീരകം അതുപോലെ തന്നെ ഏലക്ക എടുത്ത് ഇട്ട് കൊടുക്കാം. പിന്നെയും ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊരു തിക്ക് എന്ന പരുവായിട്ട് വരുമ്പോൾ നമ്മുടെ ഒന്നാം പാലിട്ട് ഇളക്കിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇനി പെസഹ പാൽ ഉണ്ടാക്കി